കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടലിടുക്കിലാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ പിടികൂടിയ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിൽ 17 ഇന്ത്യക്കാരടക്കമുള്ളത് റിപ്പോർട്ട് ചെയ്തത്. പോർച്ചുഗീസ് പാതയുള്ള MSC ഏരീസ് എന്ന കപ്പലാണ് പിടിച്ചെടുത്തത്. കപ്പൽ ഇറാനിയൻ സമുദ്രത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ജീവനക്കാരുടെ മോചനത്തിനായി ഇന്ത്യൻ സർക്കാർ നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇറാനിയൻ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. MSC ഏരീസ് എന്ന ചരക്ക് കപ്പൽ ഇറാൻ നിയന്ത്രണത്തിലാക്കിയതായി ഞങ്ങൾക്കറിയാമെന്നും കപ്പലിൽ 17 ഇന്ത്യൻ പൗരന്മാരുണ്ടെന്ന് മനസ്സിലാകുന്നതായും തെഹ്റാനിലും ഡൽഹിയിലും നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇറാനിയൻ അധികാരികളുമായും ബന്ധപ്പെടുന്നുണ്ട്. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ, ക്ഷേമം, നേരത്തെയുള്ള മോചനം എന്നിവ ഉറപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഡ്രോണഡ് ഷിപ്പിന് കമ്പനിയിൽ നിന്ന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈനായ MSC ആണ് ഏരീസ് എന്ന കപ്പൽ പാട്ടത്തിന് MSC ആണ് ഏരീസ് എന്ന കപ്പൽ പാട്ടത്തിനെടുത്തത്. സോഡിയാക് മാരിടൈമിനോട് അഫിലിയേറ്റ് ചെയ്ത കമ്പനിയാണ് ഈ ഗോൾഡൻ ഷിപ്പിംഗ്. കപ്പലിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും MSC ആണെന്ന ഉത്തരവാദി എന്നാണ് ഈ സോഡിയാക് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുള്ളത്. സോഡിയാക് ഭാഗികമായി ഇസ്രായേൽ വ്യവസായി ഇയാൽ ഓഫർ ഇന്ത്യ ഉടമസ്ഥയിലുള്ളതാണ്. ഈ മാസം ആദ്യം സിറിയയിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടി നൽകുമെന്ന ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് UAEക്കും ഇറാനുമിടയിലുള്ള ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് കപ്പൽ പിടിച്ചെടുത്തത്. കപ്പൽ UAEയിൽ നിന്ന് മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ടിലേക്ക് വരികയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. തെക്ക് കിഴക്കുള്ള ഒമാൻ ഗൾഫിന്റെയും പേർഷ്യൻ ഗൾഫിന്റെയും ഇടയിൽ വരുന്ന തന്ത്രപ്രധാന ജലപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ഹോർമൂസിന്റെ വടക്കൻ തീരത്ത് ഇറാനും തെക്കൻ തീരത്ത് UAEയും ഒമാന്റെ ഭാഗമായ മുസബന്ധവുമാണ് ഉള്ളത്. പേർഷ്യൻ ഗൾഫിലെ പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങൾക്ക് സമുദ്രത്തിലേക്ക് വഴി തുറക്കുന്ന ഏക കടൽമാർഗം കൂടിയാണിത്. ശരാശരി 15 ടാങ്കറുകൾ 16.5 മുതൽ 17 വരെ മില്യൺ ബാരൽ അസംസ്കൃത എണ്ണ ഓരോ ദിവസവും ഈ പാതയിലൂടെ വഹിച്ചുകൊണ്ട് പോകുന്നുവെന്നാണ് റിപ്പോർട്ട്. ലോകത്തിലെ കടൽമാർഗമുള്ള എണ്ണ ചരക്ക് നീക്കത്തിന്റെ 40%, ലോകത്തിന്റെ മൊത്തം ചരക്കു നീക്കത്തിന്റെ 20% വരുമാനമാണ് ഇവിടെ ഉള്ളത്. 167 കിലോമീറ്റർ ദൂരമാണ് ഈ കടലിടുക്കിനുള്ളത്. 96 കിലോമീറ്റർ മുതൽ 39 കിലോമീറ്റർ വരെയാണ് പല ഭാഗത്തുമുള്ള വീതി.